ഹേ മാധവ പീതാംബരാ ഞാൻ നിന്നെ ഓർക്കുന്നിതാ. ഹേ മാധവ മധുമാസ ചന്ദ്ര നോവും ഹൃദയം അറിയുന്നില്ലേ. വേനൽ കനവിൽ പെയ്യുന്നില്ലേ. ഹേ മാധവ മധുമാസ ചന്ദ്ര നോവും ഹൃദയം അറിയുന്നില്ലേ. അമ്മേ, അമ്മ പറഞ്ഞതെല്ലാം 100% സത്യമാ. ആരായിരുന്നു ഫോണില്? കുറെ നാളായിട്ട് മാറാതിരുന്ന ബില്ലുകളാ. നാളെ ചെന്ന് അത് സൈൻ ചെയ്ത് തരാന്ന്. ട്രഷറിയിൽ ചെന്ന് പണം വാങ്ങിക്കോളാനാ ഫോൺ വന്നിരിക്കുന്നത്. എന്റെ കൃഷ്ണ, നീ തന്നെ തുണ. എന്റെ മക്കളുടെ സങ്കടങ്ങളെല്ലാം മാറ്റിക്കൊടുക്കണേ ഭഗവാനെ. എല്ലാവർക്കും നന്മ വരുത്തണേ ഈശ്വര. അമ്മേ, എനിക്കിപ്പോഴും ഒരു കാര്യത്തിൽ സംശയമുണ്ട്. എന്ത് സംശയം? അല്ല, അന്ന് തറവാട്ടിലെ ക്ഷേത്രത്തിൽ നിന്ന് വിഗ്രഹം കൊണ്ടുപോയത് ആരായിരിക്കും? അന്ന് തന്നെയല്ലേ അനന്തം മുത്തശ്ശനെ കാണാതായത്? അതെ, അന്ന് എന്താ സംഭവിച്ചെന്ന് ഭഗവാന് മാത്രമേ അറിയൂ. അമ്മേ, അന്നൊരാള് ക്ഷേത്ര പരിസരത്ത് മരിച്ചു കിടന്നു എന്ന് പറഞ്ഞിരുന്നില്ലേ? അയാൾക്ക് എന്ത് സംഭവിച്ചതാ? എന്താ സംഭവിച്ചെന്ന് സത്യം പറഞ്ഞ ആർക്കും അറിയില്ല. പിന്നെ അതിനെക്കുറിച്ച് പല കഥകളും കേട്ടാ ഞാൻ വളർന്നത്. ഞാനന്ന് മീരയേക്കാൾ കുട്ടിയായിരുന്നു. അതുകൊണ്ട് എല്ലാം മനസ്സിലാക്കാനും സാധിക്കുമായിരുന്നില്ല. നമുക്കിപ്പോ ഈ വിഗ്രഹം കിട്ടിയതും അമ്മയും മീരയും സ്വപ്നം കണ്ടിരുന്നതെല്ലാം കടലിലായിരുന്നില്ലേ? അതെ. അന്ന് മുത്തശ്ശൻ ഓടിച്ചു കൊണ്ടുപോയ കാറും കടലിന്റെ പരിസരത്തു നിന്നല്ലേ കിട്ടിയത്? അപ്പൊ വിഗ്രഹം കൊണ്ടുപോയ ആളെ പിടിക്കാൻ മുത്തശ്ശൻ ശ്രമിച്ചതായിരിക്കും. ആ യാത്രയും കടൽ തീരത്തെ ഏതോ മരത്തിൽ കാറിടിച്ചതുമൊക്കെ അങ്ങനെയായിരിക്കുമോ? അറിയില്ല. അതോ ക്ഷേത്രത്തിലും വിഗ്രഹത്തിലും ഒന്നും വിശ്വാസമില്ലാത്ത മുത്തശ്ശൻ തന്നെ വിഗ്രഹം എടുത്തതായിരിക്കുമോ? അച്ഛൻ അങ്ങനെ ചെയ്യില്ല മോനെ. എനിക്കങ്ങനെ ആലോചിക്കാൻ പോലും വയ്യ. ഞാൻ അമ്മയെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. തറവാട്ടിൽ എല്ലാവർക്കും ശാപം ഏൽക്കണമെങ്കിൽ തറവാട്ടിലെ ആരെങ്കിലും തന്നെ ആയിരിക്കില്ലേ കുറ്റം ചെയ്തത്? അതറിയില്ല. എന്തായാലും വിഗ്രഹം തിരിച്ചു കിട്ടിയതോടെ ശാപമെല്ലാം അവസാനിച്ചു. ഇനി കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അത് ശരിയാണ്. എല്ലാം ഇതോടെ അവസാനിക്കട്ടെ. എനിക്ക് ആ ക്ഷേത്ര പരിസരത്ത് മരിച്ചു കിടന്ന ആളുടെ കഥ എനിക്കങ്ങോട്ട് ഡൈജസ്റ്റ് ആവുന്നില്ല. ഇനി അതൊരു കൊലപാതകമായിരിക്കൂ? നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും ആണ് അന്നത് ചെയ്തതെങ്കിൽ ശാപം ഇനിയും തീരുവോ? ഇനിയും പല പ്രശ്നങ്ങളും ഉണ്ടാവില്ലേ? ആ കാലത്ത് ക്ഷേത്ര പരിസരങ്ങളിൽ രാത്രിയിൽ ആരും നടക്കില്ല മോനെ. അവിടെ വരവ് പോക്കുണ്ടെന്ന് പറയും. അത് കണ്ടയാള് മരിച്ചതാണെന്നും പറയുന്നുണ്ട്. അതെന്താ ഈ വരുത്തുപോക്ക്? ദേവതകൾ തീഗോള രൂപത്തിൽ സഞ്ചരിക്കുമെന്നും അത് മനുഷ്യര് കണ്ടാൽ അവര് പെട്ടെന്ന് മരിച്ചു വീഴുമെന്നൊക്കെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. അമ്മ വെറുതെ പേടിപ്പിക്കാതെ. ചിലപ്പോൾ ആളുകൾ രാത്രിയിൽ നടക്കുമ്പോ ഭയന്ന് അറ്റാക്ക് വന്ന് മരിക്കുന്നതിന് മറ്റുള്ളവര് ഇങ്ങനൊരു കഥ മെനഞ്ഞു കൊടുത്തതാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും അയാള് മരിച്ചു. അന്ന് ആ വിഗ്രഹവും പോയി. അച്ഛനെയും കാണാതായി. തറവാട് നാനാവിധമായി. ഇന്ന് അതിനെല്ലാം ഒരു അവസാനം വന്നിരിക്കുക. വിഗ്രഹം തിരിച്ചു കിട്ടിയ, അത് പൂജിച്ചു തുടങ്ങിയ, നഷ്ടപ്പെട്ട സകല ഐശ്വര്യവും തിരിച്ചു വരുമെന്നാ എല്ലാ ദൈവജ്ഞരും പറഞ്ഞത്. നമുക്ക് അത് പ്രതീക്ഷിക്കാം മോനെ. ഇനി വരുന്നത് നല്ല കാലം ആവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഭഗവാനെ.
ഇന്നെന്താ പതിവില്ലാത്തൊരു കണക്കുകൂട്ടലും പരിപാടിയൊക്കെ? ഹരിയേട്ടൻ അങ്ങനെ കാര്യമായിട്ട് ഓഫീസ് വർക്ക് ഒന്നും വീട്ടിൽ വന്നിട്ട് ചെയ്യാറില്ലല്ലോ. നമുക്കൊരു പുതിയ ബിസിനസ് ഓഫർ വന്നിട്ടുണ്ട്. അത് ഏറ്റെടുത്താൽ പ്രയോജനം ഉണ്ടാവുമെന്ന് ഞാനൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുമായിരുന്നു. പുതിയ ബിസിനസ് എന്ന് പറയുമ്പോ ഹരിയേട്ടന് സ്വന്തമായിട്ട് തുടങ്ങാനാണോ? ആ, അങ്ങനെയും പറയാം. ഇത് പുതിയൊരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനി സൗത്ത് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട്. അവരുടെ കേരള ഡിസ്ട്രിബ്യൂഷൻ എനിക്ക് പരിചയമുള്ള ഒരാളെ എടുക്കുന്നത്. അതിൽ തന്നെ സൗത്ത് സോൺ നമുക്ക് തരാമെന്നുള്ള രീതിയിൽ ഒരു സംസാരം ഉണ്ടായി. എൻ്റെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് വെച്ച് എനിക്കത് മാനേജ് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ്സ് വേണ്ടി വരുമോ? കുറച്ചൊക്കെ വേണ്ടി വരും. ഒരു ലോൺ സംഘടിപ്പിക്കണം. പിന്നെ അജയനെ സഹായിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനിതിന്റെ ചെലവൊക്കെ ഒന്ന് കണക്കൂട്ടി എത്ര നാളുകൊണ്ട് ലാഭത്തിലെത്തിക്കാൻ പറ്റുമെന്ന് നോക്കായിരുന്നു. നടന്നു കിട്ടിയാൽ നല്ലതല്ലേ? സ്വന്തമായിട്ടൊരു ബിസിനസ് ആവുമല്ലോ. മാനേജറുടെ പ്രഷറോ ലീവ് എടുക്കുന്നതിലുള്ള ഉടക്കോ ഒന്നും കേൾക്കേണ്ടി വരില്ലല്ലോ. അതൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഉത്തരവാദിത്വം കൂടും. ഇപ്പൊ ജോലി ചെയ്യുന്നതിന്റെ ഇരട്ടി ചെയ്യേണ്ടി വരും. മാനേജർ തരുന്നതിനേക്കാളും പ്രഷർ നമുക്ക് സ്വയം ഉണ്ടാവും. ആണല്ലേ? എനിക്കിതിനെ കുറിച്ചൊന്നും വലിയ പിടിയില്ല. ഹരിയേട്ടന് എന്താ നല്ലതെന്ന് വെച്ചാ അത് ചെയ്യാ. ഹരിയേട്ടാ, എനിക്ക് മനസ്സിൽ എന്തോ ഒരു ടെൻഷൻ. താൻ അങ്ങനെ ടെൻഷൻ ആവുമെന്നും വേണ്ട. കൈ പൊള്ളുന്ന ഒന്നും ഞാൻ ഏറ്റെടുക്കില്ല. അതല്ല, പിന്നെ ഇവിടെ വെച്ചിരിക്കുന്ന വിഗ്രഹത്തിന്റെ കാര്യം ഓർക്കുമ്പോഴാ എനിക്ക് ടെൻഷൻ. അതിനെന്തിനാ ടെൻഷൻ? അതല്ല, അമ്പലത്തിലിരുന്ന വിഗ്രഹമല്ലേ, അതിന് നല്ല ശക്തി ഉണ്ടാവില്ലേ? അതിങ്ങനെ വീട്ടിലിരുന്ന നമുക്ക് എന്തെങ്കിലും ദോഷം വരുമെന്ന് എനിക്കൊരു പേടി. ഈശ്വരനെ നമ്മളങ്ങനെ ഭയക്കേണ്ട കാര്യമില്ല ബീന. ഒരു ദൈവവും നമ്മളെ ശിക്ഷിക്കാനായി നോക്കിയിരിക്കുന്നൊന്നുമില്ല. മനസ്സിൽ ശുദ്ധി ഉണ്ടായാൽ മാത്രം മതി. അതാണ് നല്ല ഭക്തി. അങ്ങനെയുള്ള മനസ്സിൽ ഈശ്വരൻ വസിക്കും. മീര സ്വപ്നം കണ്ടിരുന്ന വിഗ്രഹമാണിത്. അത് അവളിലേക്ക് എത്തിയത് ഒരു നിയോഗമാവാം. അതേ വിഗ്രഹമാണ് കുടുംബക്ഷേത്രത്തിൽ പൂജിച്ചിരുന്നതെന്ന് സാവിത്രിയമ്മ പറഞ്ഞില്ലേ? അപ്പൊ അത് തന്നെ മീരയുടെ കയ്യിൽ കിട്ടിയത് ഈശ്വര നിശ്ചയം തന്നെ ആയിരിക്കില്ലേ? അതൊക്കെ ആയിരിക്കും. എന്നാലും വിഗ്രഹങ്ങള് അതിന്റെ ചിട്ടയും വട്ടവും ഒക്കെ ആയിട്ട് പൂജിക്കുന്നത് അമ്പലങ്ങളിൽ വെച്ചല്ലേ. അതിങ്ങനെ വീട്ടിൽ വെച്ചാ നമുക്ക് എത്രത്തോളം നന്നായിട്ട് നോക്കാൻ പറ്റും? എല്ലാത്തിനും മനുഷ്യരുടേതായ ഒരു പരിമിതി ഉണ്ടാവില്ലേ? അതുകൊണ്ട് ഈ വിഗ്രഹം ഏതെങ്കിലും ക്ഷേത്രത്തിലേക്ക് കൊടുക്കുന്നതല്ലേ നല്ലത്. ഒരു ക്ഷേത്രത്തിലും അങ്ങനെ വെറുതെ വിഗ്രഹം ഏറ്റെടുക്കുകയൊന്നുമില്ല. പിന്നെ ഇതിപ്പോ എത്രയോ കാലം കടലിൽ കിടന്ന വിഗ്രഹമാണ്. അതിന് ബീന ചിന്തിക്കുന്ന പ്രശ്നങ്ങളൊന്നും ഒരിക്കലും ഉണ്ടായിരിക്കില്ല. എങ്കിൽ ഈ വിഗ്രഹം മീരയുടെ മുത്തശ്ശി കൊണ്ടുപോയി പൂജിക്കുന്നതല്ലേ നല്ലത്. സാവിത്രിയമ്മ ഈ വിഗ്രഹം പൂജിക്കാൻ ആഗ്രഹിച്ചിരുന്നതും അല്ലേ? അത് പറയുകയും ചെയ്തല്ലോ. അതിന്റെ ഒപ്പം സാവിത്രിയമ്മ പറഞ്ഞ കാര്യം താൻ കേട്ടില്ലേ? ഈ വിഗ്രഹം മീരയ്ക്ക് കിട്ടുമെന്നും മീര അത് പൂജിക്കുന്നതോടെ തറവാട്ടിലെ എല്ലാ കുടുംബത്തിനും ഐശ്വര്യം ഉണ്ടാകുമെന്നും അമ്മ സ്വപ്നം കണ്ടിരുന്നു. അതൊക്കെ പണ്ടെന്നോ കണ്ടു എന്ന് പറയുന്ന ഒരു സ്വപ്നല്ലേ? നമ്മൾ ഇന്ന് രാത്രി കാണുന്ന സ്വപ്നം പോലും നേരം വെളുത്തെഴുന്നേക്കുമ്പോ മറന്നുപോകും. പിന്നെ പണ്ടെന്നോ കണ്ടു എന്ന് പറയുന്ന സ്വപ്നത്തിന് എത്രത്തോളം സത്യം ഉണ്ടാവും? സാവിത്രിയമ്മയുടെ തറവാട്ടിലെ വിഗ്രഹം വെക്കേണ്ടത് സാവിത്രിയമ്മ താമസിക്കുന്ന വീട്ടിൽ തന്നെയാ. മാത്രല്ല, സാവിത്രിയമ്മയുടെ മകനാണ് അതിൽ കൂടുതൽ അവകാശമുള്ളതും. അപ്പോ മനോജേട്ടൻ വേണം ഇനി ആ വിഗ്രഹം പൂജിക്കാൻ. പണ്ട് ഈ തറവാട്ടിലെ ആണുങ്ങൾ മാത്രം പൂജിച്ചിരുന്ന വിഗ്രഹം ഇപ്പൊ ആചാരങ്ങൾ മാറ്റി മീര ഇവിടെ വെച്ച് പൂജിക്കേണ്ട കാര്യമില്ലല്ലോ. അന്ന് ആ വിഗ്രഹം പ്രതിഷ്ഠിക്കുന്ന സമയത്ത് നിശ്ചയിച്ചിരുന്ന വിധികളായിരുന്നു അതെല്ലാം. ഇന്ന് ആ പ്രതിഷ്ഠ ഇളക്കി മാറ്റിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അന്നത്തെ
ഈ വിഗ്രഹം മീരയ്ക്ക് വന്ന് ചേരേണ്ടതായിരുന്നു എന്ന് തന്നെയാ എന്റെയും വിശ്വാസം. അവൾ അത് പൂജിക്കാൻ ആഗ്രഹിക്കുന്നുമുണ്ട്. നമ്മൾ ഇതിന്റെ പേരിൽ വെറുതെ തർക്കിക്കണ്ട. അതിവിടുത്തെ പൂജാമുറിയിൽ ഇരുന്നോട്ടെ. ഹരിയേട്ടന് അത്രയ്ക്ക് ഉറപ്പുണ്ടെങ്കിൽ അത് തൽക്കാലം ഇവിടെ ഇരിക്കട്ടെ. പക്ഷേ എന്തെങ്കിലും ദോഷം അതിവിടെ ഇരിക്കുന്നതിന്റെ പേരിൽ നമുക്കുണ്ടാവുകയാണെങ്കിൽ അത് ഹരിയേട്ടന് ഇവിടുന്ന് മാറ്റണം. അത് നമുക്ക് ആലോചിക്കാം. അത് മതി. പക്ഷേ അങ്ങനൊരു അവസരം വന്നാ ഹരിയേട്ടൻ വാക്ക് മാറ്റരുത്. ഇല്ല. ശരി. മീര എവിടെയായാലും ഞാൻ കൂടെയുണ്ട്. എന്നിട്ട് എനിക്ക് ഭഗവാനെ കാണാൻ സാധിക്കുന്നില്ലല്ലോ. ഇപ്പൊ കാണുന്നില്ലേ? ഭഗവാനെ കൃഷ്ണ, ഭഗവാനെ ഒന്ന് കാണാൻ ഞാൻ എത്രമാത്രം കൊതിച്ചെന്നറിയാമോ? ഞാൻ എല്ലായിടത്തും ഉണ്ടല്ലോ. മീര എവിടെയും എന്നെ തേടേണ്ടതില്ല. പക്ഷേ എനിക്ക് ഭഗവാനോട് ചോദിക്കാൻ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. ഭഗവാനെ കാണാതെ എനിക്കത് ചോദിക്കാൻ പറ്റില്ലല്ലോ. ശരി, എങ്കിലിപ്പോ ചോദിച്ചോളൂ. എനിക്കെൻ്റെ അമ്മയെ ഒത്തിരി ഇഷ്ടമായിരുന്നു. അമ്മയ്ക്കും എന്നോട് വലിയ സ്നേഹമായിരുന്നു. എൻ്റെ അമ്മ എന്തിനാ മരിച്ചു പോയത്? ഭഗവാൻ എന്താ അമ്മയെ രക്ഷിക്കാതിരുന്നത്? ആ കാറൊന്ന് താമസിച്ചിരുന്നെങ്കിലോ, ആ സമയത്ത് അമ്മ അവിടെ എത്താതിരുന്നെങ്കിലോ ആ അപകടം ഉണ്ടാവില്ലായിരുന്നല്ലോ. ഈ ഭൂമിയിൽ ഉണ്ടാവുന്നതെല്ലാം ഒരിക്കലില്ലാതെയാവും. അതുപോലെ ജനിക്കുന്നവരെല്ലാം മരിക്കുകയും ചെയ്യും. പക്ഷേ എൻ്റെ അമ്മ വയസ്സാവാതെയല്ലേ മരിച്ചത്? കുറേ വയസ്സായി വയ്യാതായൊക്കെയല്ലേ മരിക്കേണ്ടത്? ഓരോ ജന്മത്തിനും ഓരോ നിയോഗമുണ്ട്. മീരമോൾക്ക് ജന്മം തരിക എന്നുള്ളതായിരുന്നു മായയുടെ നിയോഗം. അപ്പൊ എന്റെ നിയോഗം എന്താ? മീരയ്ക്ക് ഈ ലോകത്തിനു വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിനുള്ള മനഃശക്തിയും പ്രാപ്തിയും ജീവിതം കടന്നു പോകുന്ന വഴികളിൽ നിന്നും മീര നേടും. ഭക്തിയും സ്നേഹവുമാണ് മീരയെ നയിക്കുന്ന വഴി. അതിലൂടെ വേണം മുന്നോട്ട് പോകാൻ. മനുഷ്യജന്മത്തിൽ എല്ലാവർക്കും ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്യേണ്ടതായി വരും. അവതാരമെടുക്കുന്ന ഈശ്വരന്മാർക്ക് പോലും അതിൽ നിന്നും ഒഴിവാകാനാവില്ല. ഓരോ പ്രതിസന്ധികൾ തരണം ചെയ്യുമ്പോഴും മീര കൂടുതൽ ശക്തി നേടും. എപ്പോഴും മീരയ്ക്ക് കൂട്ടായി ഈ ഞാൻ കൂടെ ഉണ്ടാവും. ധൈര്യമായി മുന്നോട്ട് പോവുക. ഭഗവാനെ കൃഷ്ണ, ഭഗവാൻ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞതെല്ലാം എനിക്ക് ഓർമ്മയുണ്ട്. ഈ സമയം ബ്രാഹ്മമുഹൂർത്തമാണെന്ന മുത്തശ്ശി പറഞ്ഞു തന്നത്. ഈ സമയത്ത് ഞാൻ ഭഗവാനെ വിളക്കുകൾ കത്തിച്ച് പ്രാർത്ഥിച്ചിട്ട് പഠിക്കാൻ തുടങ്ങുകയാ. ഇന്നെനിക്ക് സ്കൂളിൽ പരീക്ഷ തുടങ്ങും. ഈ പരീക്ഷയിലും ജീവിതത്തിലെ പരീക്ഷണങ്ങളിലും വിജയിച്ച് നല്ല കുട്ടിയാവാൻ എന്നെ അനുഗ്രഹിക്കണേ ഭഗവാനെ.
വാ മോളെ കഴിക്കാം. കഴിക്ക്. മോൾക്ക് ഇന്ന് ഏതോ ഒരു കമ്പനിയുടെ ഇന്റർവ്യൂ മറ്റോ ഉണ്ടെന്ന് ഹരിയേട്ടൻ പറഞ്ഞായിരുന്നു. ഉണ്ട്. ഇവിടേക്ക് ജോലിക്ക് പോകേണ്ട ആവശ്യമുണ്ടോ മോളെ? മോള് കഴിക്ക്. മോളുടെ പഠിപ്പും ബുദ്ധിയൊക്കെ വെച്ച് വിദേശത്ത് ഏതെങ്കിലും ഒരു നല്ല കമ്പനിയില് നല്ല ജോലിക്ക് ശ്രമിച്ചാ പോരെ? അതൊന്നും പെട്ടെന്ന് സാധിക്കുന്ന കാര്യമല്ലല്ലോ. അതിനൊക്കെ സഹായിക്കുന്ന ഒരുപാട് ഏജൻസികളൊക്കെ ഇപ്പൊ ഉണ്ടല്ലോ. സൂരജ് അതിനെക്കുറിച്ചൊക്കെ അന്വേഷിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ അവൻ അതിനൊന്നും പോകാനുള്ള ബുദ്ധിയോ മാർക്കോ ഒന്നുമില്ലല്ലോ. മോളൊന്ന് ചെന്ന് കിട്ടിയാ അവനെയും കൂടെ എങ്ങനെയെങ്കിലും കൊണ്ടുപോകാൻ പറ്റും. സൂരജിന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹ വിദേശത്തൊക്കെ പോയി പഠിച്ച് ഏതെങ്കിലും ഒരു വലിയ കമ്പനിയില് വലിയ ജോലിയൊക്കെ നേടണമെന്ന്. വിദേശത്ത് പോയി പഠിക്കാനും ജോലി ചെയ്യാനും ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അതിനുവേണ്ടി കഷ്ടപ്പെട്ട് പരീക്ഷ എഴുതാനും പാസ്സാവാനും സാധിക്കണ്ടേ? അല്ല, ഇതൊക്കെ പറയാൻ അമ്മയെ ഏൽപ്പിച്ചിട്ട് സൂരജ് എവിടെ പോയി? ഇതുവരെ എഴുന്നേറ്റിട്ടില്ല. നേരം വെളുത്ത് സൂര്യൻ ഉച്ചയിലെത്താറായി, ഇതുവരെ അവനെന്താ എഴുന്നേക്കാത്തെ? അവൻ രാത്രി കിടക്കാൻ ഒരുപാട് വൈകി. ജയിക്കാതിരുന്ന പരീക്ഷയെല്ലാം വീണ്ടും പഠിച്ചെഴുതാൻ വേണ്ടി കമ്പൈൻ സ്റ്റഡിക്ക് പോയിരിക്കുകയായിരുന്നു. അവന്റെ കമ്പൈൻ സ്റ്റഡി എവിടാന്നും എന്താന്നൊക്കെ ഞാൻ അറിയുന്നുണ്ട്. അതെന്താ ഹരിയേട്ടൻ അങ്ങനെ പറഞ്ഞത്? അവൻ എന്ത് നല്ല കാര്യം ചെയ്താലും ആരും അംഗീകരിക്കുന്നില്ലെന്നൊരു സങ്കടം അവനുണ്ട്. എല്ലാത്തിനും ഇങ്ങനെ വെറുതെ സങ്കടമെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അവനൊരു നല്ല കാര്യം ചെയ്യുന്നു നമുക്ക് ബോധ്യപ്പെടണ്ടേ? സപ്ലി എഴുതാൻ പഠിക്കുന്നുണ്ടെങ്കിൽ പരീക്ഷ ഇത്തവണ പാസ്സാവണം. എന്റെ മോൻ പഠിക്കാത്ത ഭാഗത്തുനിന്നും ചോദ്യങ്ങൾ ചോദിച്ചാ അവൻ പിന്നെ എന്ത് ചെയ്യും? ഇതും സൂരജ് പറഞ്ഞതായിരിക്കും അല്ലേ? മോളെ, കഴിച്ചു കഴിഞ്ഞ് ഇപ്പൊ തന്നെ ഇറങ്ങുന്നുണ്ടെങ്കിൽ ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ഇന്ന് ഇന്റർവ്യൂ ഉള്ളതല്ലേ? ഞാനിപ്പോ ഇറങ്ങാം. അപ്പോ മോൾ ഇന്റർവ്യൂവിന് പോവാൻ തന്നെ തീരുമാനിച്ചോ?